നിങ്ങളുടെ ഡിവൈസിൽ iOS 26 ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നമ്മളിൽ കുറച്ചെങ്കിലും ആളുകൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും ബാറ്ററി ഡ്രെയിനിങ് ആൻഡ് ലാഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനുള്ള ക്ലിയർ എക്സ്പ്ലനേഷൻ ആപ്പിൾ തന്നെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം iOS 26 റിലീസ് ചെയ്തതിനോടൊപ്പം തന്നെ ആപ്പിൾ ഒരു ഡോക്യുമെന്റേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പെർഫോമൻസ് ആൻഡ് ബാറ്ററി ഇമ്പാക്ട് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെയായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യത്തിനെ പറ്റി നമ്മൾ ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് വീഡിയോയിൽ നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം ഒഫീഷ്യലി ആപ്പിൾ അത് കൺഫേം ചെയ്തേക്കുവാണ്. ഇൻഡെക്സിങ്, അതായത് ഒരു അപ്ഡേറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പം, പ്രത്യേകിച്ച് മേജർ അപ്ഡേറ്റുകൾ, ഇപ്പോൾ ഇതുപോലുള്ള ഒരു പുതിയ എൻറ്റയർ OS എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മേജർ അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ മിക്കവാറും അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം ഡിവൈസിൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിവൈസ് ഓവർ ഹീറ്റ് ആവുക. രണ്ട്, ബാറ്ററി ഡ്രെയിനിങ്. സോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ പ്രോസസ്സ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല, ആ പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും. അതാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്ന പരിപാടി നടത്തുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഡിവൈസിലുള്ള യൂസർ ഡാറ്റ മൊത്തം ഇത് അനലൈസ് ചെയ്തിട്ട് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഈ ചെക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 1, 2, 3 ദിവസം എടുത്തേക്കാം. ഇതേ ടൈം പീരീഡിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ബാറ്ററി ഡ്രെയിനിങ്ങും ബാറ്ററി ഓവർ ഹീറ്റിങ്ങും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 3 to 5 days എങ്കിലും ഡിവൈസിന് ടൈം കൊടുക്കുക. ഈ ഒരു ഇൻഡെക്സിങ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പഴയ പോലെ അല്ലെങ്കിൽ ആ പഴയ രീതിയിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി, കാരണം ആ ഒരു ടൈമെങ്കിലും എടുക്കും. ഈ ഒരു സമയത്താണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മറ്റൊരു പരിപാടിയും കൂടെ നടക്കുന്നത്, ബാറ്ററി ഹെൽത്തിൻ്റെ റിഡക്ഷൻ. അതായത് ബാറ്ററി ഹെൽത്തിനെ അനലൈസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മിക്ക ആളുകളും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന കാര്യമാണ്, എൻ്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തപ്പം ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പായി. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തേത് നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് ദിവസത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യുക. ചെയ്തിട്ട് പിന്നെയും ഈ ഒരു ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈസ് റീസെറ്റ് ഓർ സെറ്റിംഗ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിവൈസിനുണ്ടാകുന്ന ലാഗ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ ജനറൽസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് ഓർ ട്രാൻസ്ഫർ ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ഏറ്റവും ആദ്യത്തെ റീസെറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്ന റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വേണം നിങ്ങൾ ചെയ്യാൻ. അത് മാത്രമേ ചെയ്യാവുള്ളൂ. അത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡിവൈസിലെ ഡേറ്റ ഒന്നും നഷ്ടപ്പെടത്തില്ല. ഡേറ്റ എല്ലാം അവിടെ തന്നെ കാണും. സെറ്റിംഗ്സ് മാത്രം റീസെറ്റ് ആവും. നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന വൈഫൈ പാസ്വേഡ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തേക്കുന്ന എന്തെങ്കിലും ക്രിട്ടിക്കൽ സെറ്റിംഗ്സ് അത് തിരിച്ച് അതുപോലെ തന്നെ ആക്കാൻ ഓർത്ത് വെക്കുക. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡിവൈസിനെ നല്ല സുഖമായിട്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.